ഗുഡ്നെസ് ഈസ് ഗ്രേറ്റ്. നിൻ്റെ നന്മ എത്രയോ വലുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ദൈവത്തെ മാത്രം നമ്മൾ മനസ്സിൻ്റെ, അതായത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ഏതൊരു പ്രശ്നത്തെ നോക്കിയാലും അതിന്മേലൊരു ഉത്തരമുണ്ട്. വലിയ പ്രശ്നം കൊണ്ടുവന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ചിലപ്പം പറയും, ചിലപ്പം കാണിക്കാറുള്ളതാണ്, ഈ വലിയ മല പോലെ നീ കൊണ്ടുവച്ച ഈ പ്രശ്നമില്ലേ, എൻ്റെ മുമ്പിൽ വെറും ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്രയുള്ളെന്ന്. ദൈവത്തിൻ്റെ മുമ്പിൽ. പക്ഷെ നമുക്കിത് തല വയ്ക്കാൻ വയ്യാത്ത പ്രശ്നമാണ്. അങ്ങനെയല്ലേ? ഓരോരുത്തരും ഇങ്ങനെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ചിലർക്ക് ഈ വെപ്രാളം വന്നിട്ട് ശ്വാസം പോലും നിന്നു പോകും. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരം ഈ ഭാരവും പാവവും ഈ പ്രശ്നവും എല്ലാം വഹിക്കാനുണ്ടാക്കിയതല്ല. അവിടെയാണ് തെറ്റ് പറ്റിയത്. ഈ വലിയ ഭാരമൊന്നും വഹിക്കാനല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം അപ്പനും മക്കളും കൂടെ ദൈവത്തിൻ്റെ സന്നിധി സന്തോഷിക്കാനാണ്. അതിനാണ് നമ്മളെ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ നമ്മൾ പാപം ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് അവസാനം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നു, പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ മറവി വരുന്നതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഉൾക്കൊള്ളാനുള്ള അതിനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ബോഡിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ നാശത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ വെച്ച് ഇങ്ങനെ പാപത്തിൽ പോയാൽ ആരും രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചു തന്നിട്ട് നമുക്കൊരു പോക്കുവഴി തന്നിരിക്കുകയാണ്. ആരെങ്കിലും നിത്യമായ രക്ഷയിലേക്കൊന്ന് എൻ്റെ കൂടെ ആ ഫെലോഷിപ്പ്, അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ ഇതാ ഞാൻ തുറന്നു തന്നിരിക്കുന്നു. നമുക്ക് സങ്കീർത്തനം 31:19 വാക്യമാണ് കർത്താവ് തരുന്നത്. നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി. അതായത് ആരാ ഭക്തര്? നിൻ്റെ ഭക്തന്മാർക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തരാണ്. നമ്മുടെ മക്കൾ നമ്മൾ മൂലം അവർ ദൈവത്തിൻ്റെതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരാകുന്നിടം വരെ. ബിക്കോസ് പറയുന്നതിന് അതിശയ ശക്തിയുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലോയറാണ്. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലണ്ടിൽ പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അന്നൊക്കെ വചനം പറയാൻ ഞാൻ അമ്മയോട് പറയും, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, അമ്മ പറഞ്ഞോളാൻ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ കണ്ടതാണ്. അന്ന് അമ്മ എന്നോട് എന്നെക്കാട്ടി കൂടുതൽ വചനം നീ പറയുമെന്ന് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞത് സംഭവിക്കുന്നു ഇപ്പോഴും. അപ്പം നമ്മൾ വാഗൊണ്ട് പറയുന്നതിന് സ്വർഗം വലിയ സ്ഥാനം കൊടുക്കുന്നു എങ്കിൽ എന്താണ് പറയുന്നത് നാവുകൊണ്ട്? ഇവിടെ വചനം എന്നോട് പറയുകയാണ്, അല്ലെ നിങ്ങളോട് പറയുകയാണ്, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുകയാണ്. എത്ര പേര് പോയി വാങ്ങിച്ചെടുക്കുന്നുണ്ട്? നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി. ആർക്കാ? ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക്. ആശ്രയിക്കുന്നവൻ, ഈ ആശ്രയിക്കുന്നവനെ പരിപാലനം കാണത്തുള്ളൂ. എത്ര പേര് ദൈവത്തെ ആശ്രയിക്കുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസത്തെക്കാട്ടിലും ഉപരിയാണ് ആശ്രയം എന്ന് പറയുന്നത്. വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണക്കിട്ടു. വിശ്വാസത്തെക്കാട്ടിലും ഒരാശ്രയം എന്ന് പറയുമ്പം, എനിക്ക് നടക്കാൻ വയ്യാത്തപ്പം ഞാൻ വേറൊരാളെ താങ്ങി അങ്ങ് നടക്കുകയാണ്. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ, പക്ഷെ ആ ആൾ എന്നെ വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവരോട് ആ നെഞ്ചോട് ചേർന്ന് അല്ലെങ്കിൽ ആ തോളോട് ചേർന്ന് ഞാൻ ഒട്ടിയിരിക്കുന്നതിനാൽ അവർ നടക്കുന്ന പോലെ ഞാനും ആ ചെറിയ പേസിൽ ഞാനും അങ്ങ് നടന്നു പോവുക. കാരണം ഞാൻ ഒട്ടിയിരിക്കുന്നത് ബലമുള്ള ഒരു വ്യക്തിയിലാണ്. അപ്പോൾ ആശ്രയം എന്ന് പറയുന്നത്, ഇത് വേറൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു മുന്തിരിവള്ളി അതൊരു വള്ളിയാണ്, അതിനൊരു വലിയ നടുന്തൂണൊന്നുമില്ല. പക്ഷെ അതിനൊരു കമ്പ് കൊടുക്കാമെങ്കിൽ അതേ ചുറ്റി അതിങ്ങനെ വളഞ്ഞു വരുന്നതാണ്. പിന്നെ അതിന് മേളിലൊരു പന്തലും എടുത്ത് ആ പന്തലിന് മേലെ മുന്തിരിങ്ങ ഉണ്ടാകും, ഇല്ലേ? അപ്പം ആശ്രയിക്കുന്നതെന്ന് പറയുന്നത് ഈ ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ വയ്യ എന്നുള്ളതാണ്. വിശ്വാസം അങ്ങനെയാണ്, വിശ്വാസം ഇല്ലാത്തവരും ജീവിക്കുന്നുണ്ട്. പക്ഷെ ആശ്രയിക്കുക എന്ന് പറയുമ്പം പൂർണ്ണമായിട്ടും നമ്മൾ എവിടെയോ ചെന്നങ്ങ് ഉടക്കി നിൽക്കുകയാണ് ദൈവത്തിൽ. അങ്ങനെയാണ് ഈ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ ദൈവം ചെയ്യും ഒരു സമയത്ത്. കർത്താവ് പറഞ്ഞല്ലേ ഞാനൊരു സമയത്ത് ചെയ്യുമെന്ന്. കർത്താവ് പലപ്പോഴും എന്നോട് പറയാറുള്ള ഒരു പോയിൻ്റാണ്. ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവരുടെയും പ്രശ്നം നമ്മുടെ കഴിവിനും അളവിനും കൂടെ ഇങ്ങനെ കോറിലേറ്റ് ചെയ്യും.
അപ്പോൾ നമ്മൾക്ക് വഹിക്കാൻ വയ്യാത്ത പ്രശ്നം വരുമ്പോൾ ഭർത്താവ് പറയും നീ ജയിക്കും എന്ന് പറയും. അപ്പോൾ നീ ജയിക്കുന്ന നീ എങ്ങനെ ജയിക്കാനാ? നീ ജയിക്കും, കാരണം നിനക്ക് വിശ്വാസമുണ്ട്. എവിടെ വിശ്വാസം ഞാൻ ചോദിക്കും. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് വചനം കൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലാതെ നമുക്ക് സ്വയമേ ഒരു വിശ്വാസമല്ല. ഈ കർത്താവ് പറയുന്നത് നീ വചനത്തിൽ നിൽക്കുന്നതിനാൽ അതിന് പറ്റിയ വിശ്വാസത്തിൻ്റെ വചനം തക്ക സമയത്ത് ഞാൻ നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. അന്നുള്ള മന്ന ഇടുന്ന പോലെ ദൈവം തരികയാണ്. അതുകൊണ്ടാണ് നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, ആരിൽ? ദൈവത്തിൽ. അതൊരു മുന്തിരിയിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന വള്ളിയായിട്ട് നമ്മൾ നിൽക്കുകയാണ്. മുന്തിരിയാന്ന് ക്രിസ്തുവിൽ നമ്മളങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ജോസഫ് ഫലപ്രദമായ ഒരു മുന്തിരി എന്നാണ് പറയുന്നത്, മുന്തിരി വള്ളി. അത് മതിലിന്മേൽ പടരുകയാണ്. ഒരു മതിലുണ്ട്, അതിന് പടരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പടരുന്നത്. അപ്പം നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയത്. ആരാ പ്രവർത്തിച്ചത്? ഒരു വാക്യം മതി, ഒരു വാക്യം. ഞാൻ ഈ വാക്യം കാണാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നീ പ്രവർത്തിക്കുന്നത്, ആരെ? മനുഷ്യപുത്രന്മാർ കാണെ, മറ്റുള്ളവർ കാണെ അപ്പച്ചൻ പ്രവർത്തിക്കാൻ പോകുന്നത് എത്ര വലിയതാകുന്നു, എത്ര വലിയതാകുന്നു. അത് വിവരിക്കാൻ പറ്റത്തില്ലെന്നാണ് കർത്താവ് പറയുന്നത് ദൈവത്തിന്. നീ അവരെ മനുഷ്യരുടെ ഇപ്പം ഈ ദൈവത്തെ ആശ്രയിക്കാത്തൊരു മനുഷ്യരിൽ ആശ്രയിക്കും. കണ്ടിട്ടുണ്ട് നമ്മൾ പലരും ഈ ആത്മീയ കോളത്തിൽ പ്രാർത്ഥിക്കുകയും നല്ല നടുന്തൂണായിട്ട് നിൽക്കാൻ ചിക്കുന്നവർക്ക് ഒത്തിരി പാരസൈറ്റ്സ് ഉണ്ടാകും. അതായത് നമുക്ക് അവിടെ ചെന്ന് പറയാം, അവർ പ്രാർത്ഥിച്ചോളൂ, എന്നിട്ട് അവർ കിടന്നുറങ്ങും, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. അതിന് പാരസൈറ്റ്. അപ്പോൾ എനിക്കൊരു കൂട്ടുകാരിയുണ്ടായിരുന്നു സൗദി വെച്ച്. പ്രയാസമുള്ളപ്പോൾ എന്നെ വിളിക്കും. ഞാൻ കാറെടുത്ത് അവിടെ അരാംകോയ്ക്കകത്ത് നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ കാറും എടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് 2 മണിക്കൂർ ഇരിക്കും. കുറച്ച് പ്രാർത്ഥിക്കും, വചനം എടുക്കും, പാട്ടൊക്കെ പാടി ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരും. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, തിരിച്ചു വന്നാൽ 2-3 മണിക്കൂർ മരം വെട്ടിയിട്ട പോലെ ഒരു കിടപ്പാണ്, എഴുന്നേക്കാൻ ബലമില്ല. അപ്പോൾ കുറേ നാളായപ്പോൾ എനിക്ക് തോന്നി ഇതെന്താണ് സംഭവിക്കുന്നത്. ഞാൻ അവിടെ പോയി തിരിച്ചു വന്ന് എനിക്ക് എഴുന്നേക്കാൻ ബലമില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു ഇനി പിന്നെ വിളിച്ച് ഞാൻ പോകത്തില്ല, കാരണം ഐ സെഡ് ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് ഗുഡ്. കാരണം ചിലർക്ക് നമ്മളെ ഏൽപ്പിച്ച് വെച്ച് പിന്നെ നമ്മളങ്ങ് ഏറ്റണം. അവർക്ക് ദൈവത്തോട് നേരിട്ട് കൊടുക്കാൻ ഇഷ്ടമല്ല, അറിയത്തില്ലായിരിക്കും. പക്ഷെ പിന്നെ നമ്മളാണ്. അപ്പോൾ നമ്മളെ മേൽ ചുറ്റാനല്ല പഠിപ്പിക്കേണ്ടത്. ഞാൻ പറയുന്ന മർമ്മം മനസ്സിലായോ? എന്നെ ചുറ്റിയിട്ട് എന്നെ എടുക്കാനാണ്. അവർ ദൈവത്തെ ചുറ്റി നിൽക്കാൻ പഠിക്കണം. നമ്മുടെ മക്കൾ എന്നെ ചുറ്റിയിട്ട് എന്ത് കാര്യം? ദൈവത്തെ ചുറ്റി. ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു വലിയ കാതലായ സത്യം മനസ്സിലാക്കാമെങ്കിൽ ഒത്തിരി പേർക്ക് വിടുതൽ കിട്ടിയേനെ. അതായത് എനിക്ക് പ്രശംസ കിട്ടണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുകയും ചെയ്യും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് പിന്നത്തെ പ്രശ്നം വരുമ്പോഴും അവർ നമ്മുടെ അടുക്കലോട്ട് ഓടി വരും. അതുതന്നെ നമ്മളെ ഒരു സപ്പോർട്ട്, അവർക്ക് നമ്മളില്ലാത്ത ഒരു സ്റ്റേജ് അങ്ങനെ ആക്കി വെക്കരുത്. അത് സങ്കടമാണ് ദൈവത്തിന്. എന്ന് നിലനിൽക്കുന്ന ക്രിസ്തുവിലേക്ക് ആക്കാൻ നോക്കുവിൻ. അതാ കരുതാ പറയുന്നത്, നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചതും ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലുത്. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ വിടുവിക്കണം. ഇവിടെ ഒരു വിടുവീർ ആവശ്യമുണ്ട്. ഇപ്പം ഈ ലേവ്യപുത്രന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നതിലേ ജോഷുവയ്ക്കകത്തൊരു വചനം പറയുന്നുണ്ട്, 13:33. ലേവി ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല. അത് പ്രധാനം. ലേവ്യ ഗോത്രത്തിന് ഒരവകാശവും മോശ കൊടുത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാവുന്നു. അപ്പോൾ ലേവ്യന്മാരുടെ അവകാശം ദൈവമാണെന്ന് കണ്ടോ? പൗരോഹിത്യ പദവി അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ലേവ്യപുത്രന്മാരെ ദൈവം തിരഞ്ഞെടുത്തപ്പം മനുഷ്യരെ കൊണ്ട് സഹായിപ്പിച്ചില്ല. ഞാനാണ് നിൻ്റെ ഉറവ, ഞാനാണ് നിൻ്റെ സഹായം, ഞാനാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെയല്ലേ വിശ്വാസികളാകുന്ന നമ്മൾ വല്ലവരെ ആശ്രയിച്ചു, അവരെനിക്കത് തന്നില്ല, ഇവരെന്നെ നോക്കിയില്ല, അവരെന്നെ സഹായിച്ചില്ല എന്നൊക്കെ നമ്മളും പറയാറില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എന്നെ ദൈവം ഉയർത്താൻ ഉദ്ദേശിച്ച അപ്പച്ചൻ ഉയർത്തിയത് തന്നെ. അതല്ല ഈ ലെവലിൽ അപ്പച്ചൻ അവിടെ ഒരു സന്തോഷം അപ്പച്ചൻ തരും. ബി കണ്ടൻറ്റ് വിത്ത് വാട്ട് യു ഹാവ്. ഉള്ളതിൽ സന്തോഷിച്ച്. ഇതൊരു കോൺഷ്യസ് എഫേർട്ടാണ് കേട്ടോ. തന്നെ ഉണ്ടാവില്ല ഈ ശരീരം കഴിവത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കണ്ടിരിക്കുന്നത്,
ഈ ഇപ്പോൾ എപ്പോഴും ഒത്തിരി പേർക്ക് ഈ കോവിഡിൻ്റെ പറഞ്ഞാൽ പിന്നെ ശ്വാസകോശത്തിന് ഒത്തിരി പ്രോബ്ലം ഉള്ളവരുണ്ട്. അത് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ശ്വാസം, ഈ ലങ്സ് പിന്നെ തന്നെ വർക്ക് ചെയ്യൂല. ലങ്സിന് ഇച്ചിരി പ്രയാസം ഉള്ളതുകൊണ്ടായിരിക്കണം ആദ്യം വെക്കുന്നത്. പക്ഷേ ലങ്സിന് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലങ്സ് വെച്ച് കൊടുത്ത് ഇത് വേറെ പമ്പ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ എടുക്കാൻ മടിയാണ്. എല്ലാ കാര്യം അങ്ങനെയാണ്. നമുക്കൊരാൾ ഭക്ഷണം ഉണ്ടാക്കി തരാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കത്തില്ല, ഇല്ലേ? തന്നെ ഉണ്ട്. നമ്മളൊരു കാലത്ത് എല്ലാം തന്നെ ചെയ്യത്തില്ല. സോ ദ തിങ് ഈസ് ദാറ്റ് വി റിയലി നീഡ് ടു ടേക്ക് അവർ നീഡ്സ് ആൻഡ് അവർ പ്രസൻസ് ബിഫോർ ദ ലിവിങ് ഗോഡ്. വേറെങ്ങും എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്തതിനെ എടുത്തു കളഞ്ഞ് നമുക്കൊക്കത്തില്ല. ദൈവത്തോട് പറയാം, കർത്താവേ വേണ്ടാത്തതിനെ നീ എടുത്തു കളഞ്ഞ് നേർവഴിക്ക്. നേരത്തെ പറഞ്ഞ ഞാൻ നേർവഴി. ഈ വിശ്വാസികളെ ആദ്യകാലങ്ങളിൽ വിളിച്ചിരുന്ന പേര് ക്രിസ്ത്യൻസ് എന്നല്ല, നേർവഴിക്കാർ. അപ്പോൾ അവർക്ക് ആളുകൾക്കറിയാം ഇവർ നേർവഴിക്ക് പോകുന്നവരാണ്. നേർവഴി, അതാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ലേവ്യപുത്രന്മാരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അവർക്കിട്ട്. കർത്താവ് സങ്കീർത്തനം 45:16 പറയുന്നുണ്ട്, നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും, സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. തലമുറമേൽ അനുഗ്രഹം പോകുന്നതുണ്ട്. എന്താണ് നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴേ നമ്മുടെ മക്കളുടെ മക്കളെയൊക്കെ. കർത്താവ് യെശയ്യാ 59:29-21 ഇത് പറയുന്നുണ്ട്. പക്ഷെ സങ്കീർത്തനം 45:16 നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും, സർവ്വഭൂമിയിൽ അവരെ പ്രഭുക്കന്മാരാക്കും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈ ശക്തനായവൻ നമുക്ക് വേണ്ടി നന്മ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചെടുത്തിട്ട് ആ ആത്മാവിനെ മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവ് സത്യത്തിലേക്ക് ഇവർ തിരിച്ചു വരണം, ഇവർ ഒറിജിൻ അല്ലെങ്കിൽ ഉറവയാകുന്ന നിന്നിൽ വന്ന് നിൽക്കണം. അങ്ങനെ അതിനൊരു വഴികാട്ടികളായിട്ട് പലരും ഇടയ്ക്ക് നിൽക്കും. പക്ഷെ അതല്ല, അൾട്ടിമേറ്റ്ലി വി ഷുഡ് റീച്ച് ക്രൈസ്റ്റ്. അത് വാതിലെപ്പോഴേ തുറന്നു വെച്ചിരിക്കുകയല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ സങ്കീർത്തനം 39 വ്യക്തമായ 31:19 ഞങ്ങൾ നിൻ്റെ ഭക്തന്മാരാണെന്നും ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നവരാണ്, ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്യുന്നത് എത്രയോ വൻകാര്യങ്ങൾ മനസ്സുകൊണ്ട്. കർത്താവ് പറയുന്നുണ്ടല്ലോ, പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, 2:9 പറയുന്നുണ്ട്, കർത്താവെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഹൃദയം കൊണ്ട് നിരൂപിച്ചിട്ടില്ല, അതിൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുമില്ല. അത്രമാത്രം അതിശയകരമായ വിധത്തിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയും തങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുള്ളത് അത് വേരോട് പറിച്ചെടുത്ത് മാറ്റി ഇത്ര നല്ലവനായ ഒരു പുത്രൻ തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി വന്ന് തൻ്റെ ഹൃദയം നെഞ്ച് കീറി നമ്മളെ കാണിച്ച്, എൻ്റെ ഹൃദയം ശുദ്ധമാണ്, ഇവിടെ നിന്നൊഴുകിയ രക്തമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് വാങ്ങിച്ചത് എന്ന് കാണിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും നീ വീണ്ടെടുക്കുമ്പോൾ അവിടെ ഇവിടെ മാറിപ്പോകുന്ന സ്വഭാവങ്ങൾ ഞങ്ങളിൽ കയറി വരുന്നെങ്കിൽ കർത്താവെ ഒരിക്കലും അത് കർത്താവെ നീ അത് ഞങ്ങൾക്ക് പാപമായിട്ട് കണക്കിലെടുക്കുക, അത് തുടച്ചു മാറ്റിയിട്ട് വീണ്ടും ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യരിൽ ആശ്രയിക്കുന്നവരായി മാറുന്നു. അത് എളുപ്പമല്ലേ അപ്പിച്ച? മനുഷ്യരിൽ ആശ്രയിച്ചാൽ എളുപ്പം കിട്ടും. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നന്മ മാത്രം ചെയ്യുന്നൊരു ദൈവം നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കും. അതിനല്പം സമയമെടുക്കും. പക്ഷെ ദൈവത്തിലേക്ക് ആശ്രയിച്ച് കൊണ്ടുവരാൻ നീ അവരെ കൊണ്ടുവരണം. വെളിപ്പാടി പറയുന്നു 3:7-8 യഹോവ ദാവീദിൻ്റെ താക്കോലുള്ള സത്യവാനുമായ ദൈവം പറയുകയാണ്, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ഞാൻ അടച്ചാൽ ആർക്കും തുറക്കാൻ. ഇതാ ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന വഴിയിൽ കൂടെ മാത്രം അവർ കയറിപ്പോകട്ടെ. അതാ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഒരു പ്രത്യേക പ്രചോദനം, നിൻ്റെ പരിപാലനെ സന്തോഷിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിലെ അപ്പനും മക്കളും എന്നുള്ള ഉന്നതമായ പദവിയിലേക്ക് അവരെ മാറ്റിയെടുക്കണം. അത് മരിച്ചു കഴിഞ്ഞിട്ട് അല്ലപ്പച്ചാ ചെയ്യേണ്ടത്, ഇപ്പം ചെയ്യണം. ഇപ്പം നൗ ഈസ് ദ ടൈം. ഇന്നൊരു ദിവസമുണ്ടെങ്കിൽ ഹൃദയം കഠിനമാക്കാതെ മാംസളമാക്കി കൊടുക്കണമേ. കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസളമാക്കി ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹം അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാനാകുന്ന സ്നേഹമെന്ന് പറയുന്ന ദൈവം കർത്താവിൻ്റെ അഗാപ്പെ എല്ലാം വിട്ടുകൊടുത്തിട്ട് സ്നേഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ലോകത്തിലുള്ള ഒരു ശക്തിക്കും ഈ സ്നേഹത്തിനെതിരായിട്ട് നിൽക്കാൻ. അല്പകാലത്തേക്ക് കൂട്ടുകാരുടെ പുറകെ പോയെങ്കിലും അവരെല്ലാം നാളെ ഈ വെട്ടത്ത് വന്ന ഈയൽ പോലെ കാണത്തില്ല. പിച്ച അതിൽ മാറിപ്പോയിട്ട് നേർവഴിക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരട്ടെ.
ഞങ്ങളുടെ മക്കളെ, ഭർത്താക്കന്മാർ, മക്കളെ, ഭാര്യമാർ, മരുമക്കളെ വഴിതെറ്റി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ജീവൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, നീ തൻ്റെ മക്കൾക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് എത്രയോ മഹത്തരമായ കാര്യമാണെന്ന് അനുഭവിക്കുന്നവർ മറ്റുള്ളവരോടുകൂടെ പറയുമ്പോൾ അവരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതാക്കി മാറ്റണമേ. അതിന് ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവരത് കണ്ടിട്ട് എൻ്റെ ദൈവം എനിക്കും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് നിൻ്റെ അടുക്കലേക്ക് വരുന്നവരാക്കി മാറ്റണം. ക്രിസ്തുവിനെ കാണുന്നവരാക്കി മാറ്റണമേ. പെർസോണ ഗ്ലോറിഫിക്കേഷന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഞങ്ങളിന്ന് വേരോട് പറിച്ച് കളഞ്ഞിട്ട് നിൻ്റെ മഹത്വം ഞങ്ങൾക്ക് ഇട്ടുതരണമേ അപ്പച്ച. നിന്നിൽ ഞങ്ങൾ മറയട്ടെ അപ്പച്ച. ഞങ്ങളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ഇത്ര മഹത്തരമായ ഉന്നത പദവി ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.